റിസാല 1685 ലക്കത്തിലേക്ക് ഡീകോഡിൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരുപാട് വിഭവങ്ങളും പഠനങ്ങളും ഒക്കെയുള്ള ഒരു ലക്കമാണ് 1685 ലക്കം. വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖം ഈ ലക്കത്തിൽ അവസാനിക്കുന്നുണ്ട്. അത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ബദറുസാദാത്ത് തങ്ങളവറുകളുടെ അഭിമുഖമാണ്. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായി പുതിയ കാല വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വരും തലമുറയെ ക്രമീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഡെപ്തിൽ ആലോചനകൾ പറയുന്ന ഒരു അഭിമുഖമാണ് തങ്ങളുടേത് റിസാലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് തങ്ങൾ ഒരുപാട് വിദേശ യാത്രകൾ നടത്തുന്ന ആളാണ്. പല പല കമ്മ്യൂണിറ്റികളോടും സംവദിക്കുകയും വളരെ തെളിഞ്ഞ ഡയലോഗിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൊണ്ടുകൊടുത്ത് മികച്ചതിനെ സ്വീകരിച്ച് തൻ്റെ കയ്യിലുള്ള മികച്ച ആശയങ്ങളെ അവർക്കും കൈമാറി വളരെ മനോഹരമായിട്ടുള്ള ബഹുസ്വര പണ്ഡിത ഇടപെടൽ, വളരെ മനോഹരമായിട്ടുള്ള സംവാദങ്ങൾ മനുഷ്യർക്കിടയിൽ, കമ്മ്യൂണിറ്റികൾക്കിടയിൽ, അക്കാദമിക് കമ്മ്യൂണിറ്റിക്കിടയിൽ, രാജ്യ നേതൃത്വങ്ങൾക്കിടയിലൊക്കെ നടത്തുന്ന ഒരാളാണ് തങ്ങൾ. അഭിമുഖം നമുക്കതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. വിശിച്ച ഇപ്പോൾ നടത്തിയ വളരെ ബൃഹത്തായ അമേരിക്കൻ യാത്രയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അഭിമുഖം. തങ്ങളുടെ ഓരോ യാത്രകളും തങ്ങളുടെ തന്നെ അക്കാഡമിക് ആക്ടിവിസവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെയോ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഇൻറ്റൻഷണൽ പ്യൂരിറ്റി കൊണ്ട് തന്നെയാണ് തങ്ങൾ ഇതുവരെയും എത്തിപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു വലിയ നേതൃത്വത്തിലേക്ക്, ഒരു സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക് തങ്ങൾ എത്തുന്ന ഒരു യാത്ര ഉണ്ടല്ലോ, ആ യാത്ര മൊത്തം നോക്കുമ്പോഴും ഈ ഒരു ഇൻറ്റൻഷണൽ പ്യൂരിറ്റി എന്ന് പറയാം. മനസ്സിലെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ദാഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം വേണോ എന്നുള്ളതിന് ഭാഷകൾ ഒന്നും അതിനൊരു ബാരിയർ അല്ലാത്ത രൂപത്തിൽ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മനുഷ്യനും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇൻറ്റൻഷൻ്റെ പ്യൂരിറ്റി കൊണ്ടാണ്. ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളോട് തങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഈ സമീപനത്തിൽ കാണുന്ന ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ ആ ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ തങ്ങളിങ്ങനെ എത്തിപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓരോ യാത്രകളും അത് വെച്ച് വായിക്കാനാണ് എനിക്കിഷ്ടം. കാരണം തങ്ങൾ അടയാളപ്പെടുത്തുന്നത് തന്നെ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം വളർത്തിയെടുത്ത തങ്ങൾ എന്നുള്ള നിലക്കാണ്. മഅ്ദിൻ പറയുന്ന വലിയൊരു ആശയ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ തങ്ങളെ അടയാളപ്പെടുത്തുന്നത് കൂടെ. ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് നിരന്തരമായിട്ടുള്ള ഈ ഒരു അഭിനിവേശം, വിദ്യാഭ്യാസ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിനിവേശം തങ്ങളെ ഈ നേതൃത്വത്തിലേക്ക് എത്തിച്ചു എന്നുകൂടെ കാണാം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ യാത്രകളൊക്കെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നൊരു പണ്ഡിത സഭ, ആ പണ്ഡിത സഭ എന്താണ്, ഈ പണ്ഡിത സഭയുടെ ലക്ഷ്യം, എന്തിന് രൂപീകൃതമായി എന്നതൊക്കെ ബഹുനിരയ സുൽത്താനുൽ ഉലമയുടെ പ്രവർത്തനം, ബദറുസാദാത്ത് തങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നൊക്കെ കാണാൻ പറ്റും. ഇവരെ സ്പർശിക്കാത്ത മേഖല ഏതാണ്? ഇവർക്ക് സംവദിക്കാൻ പറ്റാത്ത മനുഷ്യരാരാണ്? എല്ലാ മനുഷ്യരോടും സംവദിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രതലവന്മാരോട് സംവദിക്കുന്നു, അക്കാഡമിഷ്യന്മാരോട് സംവദിക്കുന്നു, അടിത്തട്ട് മനുഷ്യരോട് സംവദിക്കുന്നു, എല്ലാവരോടും സംവദിക്കുന്ന ഒരു സമസ്തയുടെ ഒരു എന്താണ് സമസ്ത എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഇവർ. സമസ്ത ഇപ്പോൾ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് ഒറ്റ വാക്ക് പറഞ്ഞാൽ. പക്ഷേ ആ സമസ്ത ഈ 100 കൊല്ലം ഈ ഉമ്മത്തുമായി ബന്ധപ്പെട്ട്, ഈ ഉമ്മത്തിൻ്റെ ഈ ബഹുസ്വര സമൂഹത്തിലെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് സമസ്ത സ്പർശിക്കാത്ത ഇടമേതാണ് എന്ന ചോദ്യം ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആ അർത്ഥത്തിലാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും ബദറുസാദാത്ത് തങ്ങളൊക്കെ മാതൃകയാവുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഈ യാത്രകൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ ഹാർവാർഡിൽ, ബെർക്ക്ലിയിൽ, ഓക്സ്ഫോർഡിൽ, കാംബ്രിഡ്ജിൽ സന്ദർശിക്കുന്നു. അവിടെ സെമിനാറുകളിൽ അറ്റൻഡ് ചെയ്യുന്നു. അവിടുത്തെ വലിയ അക്കാഡമീഷ്യന്മാരോട്, പ്രൊഫസർമാരോട് സംവദിക്കുന്നു. ആ സംവാദം എങ്ങനെയാണ്, ചിലപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഒരു കേരളീയ പരിസരത്ത് ജീവിച്ച് വളർന്ന ഒരു മുസ്ലിം പണ്ഡിതന്, ഒരു ആധ്യാത്മിക നേതാവിന് എങ്ങനെയാണ് ഈ സംവാദങ്ങൾ സാധ്യമാകുന്നത്? ചിലപ്പോൾ ചരിത്രം അത്ഭുതപ്പെടും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇത് ഈ ലക്ഷ്യത്തിലോടുള്ള ഒരു ക്ലാരിറ്റി
ഓരോ മനുഷ്യനുണ്ടാവുന്ന സമയത്ത് ഇതൊക്കെ സ്വാഭാവികമായും സംഭവിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ വേണ്ടി കാരണങ്ങളൊക്കെ ആയി വരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പ്ലാൻഡായിട്ട് വരുന്ന കുറേ ആക്ടിവിറ്റീസ് ആയിരിക്കില്ല. അതേ സമയത്ത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്നത് വേണം എന്നുള്ളതിന് കൃത്യമായ ധാരണ, ലക്ഷ്യത്തിന് ക്ലാരിറ്റി ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ലക്ഷ്യത്തിലേക്ക് എന്തൊക്കെ വേണമെന്ന് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ പലരുമായിട്ട് സംവദിക്കൽ അതിലൊരു നിർബന്ധ ഘടകമായി വരുന്നതിൽ നിന്ന് യാത്രകൾ ജനിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ ഉസ്താദ് ഈ പറഞ്ഞ രാഷ്ട്രത്തലവന്മാരെ കാണുന്നതാണെങ്കിലും അക്കാഡമീഷ്യൻസിനെ കാണുന്നതാണെങ്കിലും തുടർന്ന് ഇങ്ങനെ പലരുമായി സംവദിക്കുന്നതെല്ലാം ഈ ലക്ഷ്യം ഉസ്താദ് മുന്നിൽ വെച്ച, അല്ലെങ്കിൽ തങ്ങൾ മുന്നിൽ വെച്ച, അല്ലെങ്കിൽ സമസ്ത തന്നെയും അവർക്ക് മുന്നിലേക്ക് ലക്ഷ്യങ്ങളായിട്ട് ഇട്ടുകൊടുത്ത പല ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള യാത്രകൾ, ഓട്ടങ്ങളാണ് എന്നാണ് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക എന്ന് തോന്നുന്നു. ഒരു യുവാവായ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ ആവേശമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ അവർക്കുള്ളതെന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങളിലും ആളുകളോട് സംവദിക്കാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആവാൻ, പുതിയ പുതിയ ശ്രമങ്ങൾ നടത്താൻ, പുതിയതിനെ പരിചയപ്പെടുത്താൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, പഴയതുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അതുപോലെ ഇതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാകുന്നൊരു കാര്യം, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രബോധന ദൗത്യത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള തുടർച്ചകളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് നമുക്ക് പറയാൻ തോന്നും. അതിൽ പലപ്പോഴും നമ്മളെയൊക്കെ തോൽപ്പിക്കുന്ന വേഗത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടി മുന്നേറുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. സമൂഹത്തോട് സംവദിക്കാൻ ആവശ്യമായതെല്ലാം നേടിയെടുക്കും. പ്രത്യേകിച്ച് ഭാഷകൾ അല്ലേ, വിവിധങ്ങളായ ജർമ്മൻ ഭാഷ, ലാറ്റിന്, ഇങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരോട് സംവദിക്കാനുള്ള എന്തൊക്കെയാണോ മീഡിയം, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അത് തങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തങ്ങൾ പഠിച്ചെടുക്കുന്നു, ഭാഷകൾ പഠിച്ചെടുക്കുന്നു. അതേപോലെ ഈ വിദ്യാർത്ഥികളെ എല്ലായിടത്തേക്കും എത്തിക്കുന്നു അത്തരം ഇടങ്ങളിൽ. അപ്പോൾ മഅദിൻ്റെ സന്തതികളായ വിദ്യാർത്ഥികൾ എവിടെയൊക്കെയാണുള്ളത്? വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ, അതേപ്രകാരം ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ പലയിടത്തും അതിൻ്റെ അക്കാഡമിക് തലങ്ങളിൽ ഇടപെടുന്നവരായിട്ട്, ഇങ്ങനെയൊക്കെ ഈ ഒരു ശരിക്കും ഇങ്ങനെ പറയാൻ തോന്നുന്നു, തങ്ങളുടെ ആധ്യാത്മിക പ്രഭാവത്തിൽ അലിഞ്ഞു ചേർന്ന 10,000-കണക്കിന് മനുഷ്യർ ചേർന്ന് നിന്നുകൊണ്ട്, തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മഅദിൻ പോലെയുള്ള വലിയൊരു സംരംഭത്തെ രൂപപ്പെടുത്തുകയും ആ സംരംഭം തൻ്റെ കൂടെ ചേർന്ന് നിന്ന അടിസ്ഥാന മനുഷ്യർക്ക് അതിമനോഹരമായ സമ്മാനങ്ങളായി തിരിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ കൂടിയാണ് ഈ യാത്രകളും അതുവഴി അവിടുത്തെ കുട്ടികൾ കിട്ടുന്ന ബെനിഫിറ്റ്സും ഒക്കെ എന്ന് നമുക്ക് പറയാം. ഇതിനെ തുടർന്ന് നമുക്ക് റിസാല എല്ലാ ലക്കത്തിലും വരുന്ന ആദ്യ വാക്ക് ബഹുന്നരായ കാന്തപുരം ഉസ്താദ് അവറുകളുടെ ഓരോ ആഴ്ചയിലെയും ചിന്തകൾ, അല്ലെങ്കിൽ ആ ആഴ്ചയിലെ ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിസം, അതാണ് ഈ ആദ്യ വാക്കിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ തൂഫാനാണല്ലോ ഒരു പ്രധാനപ്പെട്ട കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പരിവർത്തന ഇടപെടൽ എന്ന് പറയുന്നത്. അതിൽ ഉസ്താദിൻ്റെ നല്ല ഇൻസൈറ്റ് ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനോട് ഉസ്താദ് നടത്തുന്നുണ്ട്. എല്ലാ കാലത്തും ലഹരി ഒന്നല്ലെങ്കിൽ മറ്റു രൂപത്തിൽ സമൂഹത്തെ ഇങ്ങനെ ആവേശിക്കുന്നുണ്ട്. അതിൽ വളരെ നെഗറ്റീവായിട്ടൊരു രോഗം പോലെ എന്നും സമൂഹം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് ലഹരി എന്നുള്ള പ്രശ്നം. അതിന് ചില സമയത്ത് ആ അസുഖം മൂർച്ഛിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചില ഘട്ടത്തിൽ അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നിരന്തരം ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്നൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഉള്ള നല്ലൊരു ക്യൂറിങ് ആക്ടിവിറ്റിയാണ് തൂഫാൻ എന്ന പേരിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഏറെ മുന്നോട്ട് പോകാൻ സമൂഹത്തിലുള്ള എല്ലാ ലീഡർഷിപ്പും കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പല തരത്തിലുള്ള സംഘടന, മത, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എല്ലാവരും കൂടെ നിന്നിട്ട് ഈ തൂഫാൻ എന്നതിനെ ഒരു അവരവരുടെ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു അസുഖത്തെ മുഴുവനായിട്ട് തുടച്ചു മാറ്റാൻ പോലും കഴിയുമെന്നതാണ് ഞാൻ കാണുന്നത്. ലഹരി എന്നതിനെ എല്ലാ അർത്ഥത്തിലും എന്തൊക്കെ ലഹരി തരുന്നോ അതിനെല്ലാം
ലഹരി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ ലഹരികളെയും ഇതിൽ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ എത്രമാത്രം സാമൂഹികമായി മുന്നേറുമെന്നാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു ഉട്ടോപ്യൻ കാഴ്ചപ്പാടാവുമോ എന്നറിയില്ല. എന്നാലും അങ്ങനെ ഒരു സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം എല്ലാ ഗ്രാഫിലും ഉയർന്നു നിൽക്കും എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കൊതിക്കുന്ന ഒരു കേരളം, അല്ലെങ്കിൽ കാണാൻ കൊതിക്കുന്ന ഒരു രാജ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സാധ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ വേണമെങ്കിൽ അത് സാധ്യമാണ്. അപ്പോൾ ഉസ്താദ് ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം, കേരളത്തിലെ എല്ലാവരുടെയും ഉസ്താദ് ഈ വിഷയത്തിൽ എടുക്കുന്ന ഇൻട്രസ്റ്റ്, പുതിയ നിർദ്ദേശം ഉസ്താദ് അതിൽ കൊടുക്കുന്നുണ്ട്. ആ നിർദ്ദേശം എങ്ങനെയാണ്, അത് രമേശ് ചെന്നിത്തല മന്ത്രി അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രചാരണം ഹിന്ദിയിലും മറ്റു ഭാഷകളിലും ഉണ്ടാവണം. കാരണം കേരളത്തിൻ്റെ ലഹരിയുടെ വിഭാടനം അത് മലയാളത്തിലെ വിനിമയത്തിലൂടെ മാത്രം സാധ്യമാകുന്നതല്ല, എല്ലാവരോടും സംവദിക്കണം എന്ന് ഉസ്താദ് പറയുന്ന ഒരു നിർദ്ദേശം, അതൊരു ഇൻട്രസ്റ്റ് ആണല്ലോ ആ വിഷയത്തിൽ. കേരളം ഇപ്പോൾ ബഹുഭാഷാ സംസ്ഥാനമാണ്. അതെ, അത് കൊടുക്കുകയും ഇതിൻ്റെ ഒരു സാധനം ഉസ്താദ് എന്ന് പറഞ്ഞ ലീഡർ, ആ ലീഡറുടെ സമൂഹത്തെയും മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുന്നത് പോലെ കേരളം എന്ന് പറഞ്ഞാൽ കുറേ ലീഡർമാരുള്ള, മൂവ്മെൻറ്റുകളുള്ള, സംഘടിത രൂപങ്ങൾ കുറേയുള്ള, ഏത് തരത്തിലും രാഷ്ട്രീയ സംഘാടനമുണ്ട്, മതസംഘാടനമുണ്ട്, അതേപ്രകാരം തൊഴിൽ സംഘാടനമുണ്ട്, അതേപോലെ ഈ ബിസിനസ് തലത്തിൽ, ഉയർന്ന തലത്തിൽ അത്തരം സംഘാടനങ്ങളുണ്ട്. എല്ലാവർക്കും കമ്മ്യൂണിറ്റികളുള്ള ഒരു സമൂഹമാണ്. ഇനി ഒന്നുകൂടി അറിഞ്ഞുപോയാൽ കുടുംബ കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ തൂഫാൻ്റെ കൂടെ ലഹരി വിരുദ്ധ ഇടപെടലായി ആത്മാർത്ഥമായിട്ട് എടുത്താൽ കേരളം വിജയിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഈ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംവാദത്തെ റിസാല ചർച്ച കൊണ്ടിരുന്നുണ്ട്. ആ സംവാദം എങ്ങനെയാണ്, KN-നുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സമൂഹത്തിലുണ്ടായല്ലോ. അതിൻ്റെ അപ്പോൾ KN പറഞ്ഞൊരു വാക്കുണ്ട്, വലിയൊരു ആഴത്തിൽ അതിസങ്കീർണമായിട്ടുള്ളൊരാശയത്തെ അതിമനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇങ്ങനെ നമുക്ക് പറയാം. ഈ രാഷ്ട്രീയ ഇടതുപക്ഷം സാംസ്കാരിക ഇടതുപക്ഷമാവാൻ, അതിലേക്കെത്താൻ കുറേ പ്രക്രിയകളുണ്ട്, കുറേ സമരങ്ങളും കാര്യങ്ങളും നടന്നാലാണ് ഈ രാഷ്ട്രീയ ഇടതുപക്ഷം സാംസ്കാരിക ഇടതുപക്ഷത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് അതിമനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. KN എന്ന് പറയുമ്പോൾ സാംസ്കാരിക ഇടതുപക്ഷത്തിൻ്റെ ഒരു ടോട്ടൽ, അല്ലെങ്കിൽ ഈ അടുത്ത കാല ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അതിൽ മോശമല്ലാത്ത രൂപത്തിൽ അതിൻ്റെ പല രൂപത്തിലേക്ക് അല്ലെങ്കിൽ പല ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിലൊക്കെയും തൻ്റേതായ മുദ്ര പതിപ്പിക്കുന്ന രൂപത്തിൽ ഓരോ സമയത്തും സമൂഹത്തിൻ്റെ ദിശ മൊത്തം നിർണ്ണയിക്കുന്ന തരത്തിൽ ചില ഇടപെടലുകൾ ചില പുസ്തകങ്ങളിലൂടെ ഒക്കെ ആയിട്ടും ഇങ്ങനെ ഇടപെട്ട് അത് തെളിയിച്ച, അല്ലെങ്കിൽ അതിനെ ചൂട്ടുകാണിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആയിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ വായിക്കാൻ പറ്റുക. ആ KN-നുമായി റിലേറ്റ് ചെയ്തിട്ട് ഡിസ്കഷനുകൾ പുതുതായിട്ട് വരുമ്പോൾ അത് രാഷ്ട്രീയ ഇടതുപക്ഷത്തിന് ചിലപ്പോൾ അയാൾ വേണ്ട എന്ന് പറയുന്നിടത്ത് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ അന്തരം വലുതാണ് എന്ന് KN-നും അല്ലെങ്കിൽ KN പ്രതിദാനം ചെയ്യുന്ന സാംസ്കാരിക ഇടതുപക്ഷവും രാഷ്ട്രീയ ഇടതുപക്ഷവും തമ്മിലുള്ള അന്തരം വലുതാകുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആദർശത്തിൽ നിന്ന് രാഷ്ട്രീയ ഇടതുപക്ഷം കുറേയധികം വിട്ടുപോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു നില വരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഒരു ബ്രാഹ്മണിക്കൽ ഹെജ്മണി, അല്ലെങ്കിൽ ആ ഒരു അപ്രമാദിത്വത്തിൻ്റെ ഒരു സ്വാധീനം എല്ലാത്തിൻ്റെയും ഗ്രസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ചിന്തകളെയും ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു സ്വാധീനം പലയിടത്തും. അതുകൊണ്ടാണ് KN-ഒക്കെ തിരിഞ്ഞു കൊത്തും എന്നൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ ചർച്ചകൾ ഉണ്ടാവുകയും അങ്ങനെ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ KN-നെ പോലുള്ള ആളുകൾ എത്ര തരത്തിലുള്ള സാംസ്കാരിക ഇടപെടലുകൾ ഒക്കെ നടത്തിയാലും, എത്ര വലിയ സംഭാവനകൾ നടത്തിയാലും, അപ്പോഴും അവർ കുഞ്ഞഹമ്മദ് എന്ന ഒരു വാക്കുകൊണ്ട് പേര് വില്ലനാവും. എപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്, എപ്പോഴും ഒരു കരുതൽ, എന്താ പറയുക, ഒരു സാംസ്കാരിക കരുതൽ തടങ്കലിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇതിൽ നല്ല പലതിലും ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴുള്ള പ്രത്യേക രാഷ്ട്രീയ
മാനങ്ങൾ വെച്ച് ഇതിനെയൊക്കെ ലോങ് ടേമായിട്ട് ഇടതുപക്ഷം ഇങ്ങനെ നോക്കുകയാണെന്ന് തോന്നുന്നു. കേവലം പേരുകൊണ്ട് വരെ എന്താണ് മൊത്തം സിറ്റുവേഷനെ മാറ്റിമറിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നാണ് തോന്നുന്നത്. അത് വരാൻ സാധ്യതയുണ്ടോ എന്ന് പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഈ രാഷ്ട്രീയ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിലിരിക്കുന്ന സാംസ്കാരികമായിട്ട് അത്രമാത്രം ആഴത്തിലുള്ള അറിവില്ലാത്ത നേതൃത്വം ഇടപെടുന്നു എന്ന് തോന്നുന്നു. ഈ സംഘപരിവാറിൻ്റെ ഒരു സ്വഭാവമാണല്ലോ ഇത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ അയോധ്യയിലെ ആ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഗൗരവമായ ചർച്ച ഒരു ചാനലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ ആങ്കറിൻ്റെ പേര് മുസ്ലിം പേരാണ്. അപ്പോൾ ഈ ചർച്ച ഈ പ്രശ്നത്തെയല്ല, ചർച്ച മൂർച്ഛിച്ച് ഉത്തരം മുട്ടുന്ന അവസ്ഥ എത്തുമ്പോൾ പറയുന്നത്, ആരാണിത് പറയുന്നത്, നിങ്ങൾക്കെന്താ ഇതിൽ കാര്യം എന്നാണ് ചോദിക്കുന്നത്. പേര് പ്രശ്നം. മുമ്പ് വേഷം കൊണ്ട് തിരിച്ചറിയാന്ന് പറഞ്ഞ പോലെ ഈ ഒരു വേഷവും പേരും, മുസ്ലിം പേര്, മുസ്ലിം വേഷം, മുസ്ലിം സ്വത്വത്തെ വൽക്കരിക്കാനുള്ള ഒരു ശ്രമം, എന്നിട്ട് അത് വെച്ചിട്ട് തങ്ങളുടെ താല്പര്യങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി ഒരു പ്രതിപക്ഷത്തെ രൂപപ്പെടുത്താം. അത് നമുക്ക് ഈ പാസ്പോർട്ട് വിഷയത്തിലേക്കും വരാം. പൗരത്വ ചർച്ചയിലും അതുതന്നെയാണല്ലോ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് പൗരത്വ രജിസ്റ്റർ എന്താണ്, അല്ലെങ്കിൽ പൗരത്വത്തിൻ്റെ മാനദണ്ഡം എന്താണ്, അതൊക്കെ ഓരോ പരിഷ്കൃത സമൂഹത്തിനും ഓരോ സർക്കാരിനും ഓരോ കാലത്തും അതിന് മികച്ച രീതികൾ കൊണ്ടുവരാം. അതൊക്കെ സംഭവിക്കേണ്ടതാണ് സംഭവിക്കുക. പക്ഷേ ആ കൊണ്ടുവരുന്ന തിരുത്തലുകളും മറ്റുമൊക്കെ ഒരു പ്രത്യേക സമുദായത്തെ പുറത്താക്കാനും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടും അരികുവൽക്കരിക്കാനും വേണ്ടിയുള്ളതാകുന്നു എന്നതാണ് ഇതിലേക്കുള്ള പ്രശ്നം. ഇതിനെ എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാസ്പോർട്ട്, ഇപ്പോഴത്തെ പാസ്പോർട്ട് രേഖയല്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഏതൊക്കെ വഴിയിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ആലോചനയിൽ നിന്നാണ്. അവിടെയാണ് ഈ രാഷ്ട്രീയത്തിലെ പ്രശ്നം. അല്ല, ഇതിലെ ബേസിക് നോക്കുന്ന സമയത്ത് ഓരോ ഇന്ത്യൻ പൗരനോ അല്ലെങ്കിൽ ഓരോ ഇന്ത്യയിൽ ജനിക്കുന്ന അല്ലെങ്കിൽ മറ്റേതോ അർത്ഥത്തിൽ ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും ഏതടിസ്ഥാനത്തിൽ പൗരത്വം ലഭിക്കണം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയറാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പല സെക്ഷനുകളായിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെയും ഒരു രേഖ കൊണ്ട് മാത്രം പൗരത്വം ക്ലിയറാണോ എന്ന് ചോദിക്കുന്നിടത്ത് അതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു രേഖകൾ കൊണ്ട് മാത്രം പൗരനാവുന്ന സിറ്റുവേഷന് ഈ രേഖ മതിയോ എന്ന് ചോദിച്ചാൽ അത് മതിയാവുന്നില്ല എന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്റ്റും എല്ലാം കൂടി വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ഒരു സിംഗിൾ രേഖ എന്നതിലേക്ക് ആണ് ഇവിടെ NRC ആണെങ്കിലും SIR നിന്ന് അതിലേക്ക് ഉള്ള സ്റ്റെപ്പുകളായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഇതിലേക്കാണ് കൊണ്ടുവരാൻ. ഇത് ഓൾറെഡി ഇപ്പോൾ നോക്കുന്ന സമയത്ത് US ആണെങ്കിലും കാനഡ ആണെങ്കിലും തുടർന്ന് പല രാജ്യങ്ങളിലും സർട്ടിഫിക്കറ്റ് ഓഫ് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ മറ്റു പേരിൽ അറിയപ്പെടുന്ന രൂപത്തിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നിലവിലുണ്ട്. അതെ അതെ, ഇങ്ങനെ രേഖകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇൻറ്റൻഷനിൽ ഈ രാജ്യം ഭരിക്കുന്ന ഒരു ടീമിൻ്റെയിലൂടെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ താല്പര്യമുണ്ട്, പ്രത്യേകമായ താല്പര്യമുണ്ട്. ആ പ്രത്യേകമായ താല്പര്യത്തിന് പുറത്ത് നിൽക്കുന്നവരെല്ലാവരെയും കേവലം ആക്ടിലെ ചില വാക്കുകൾ കൊണ്ട് രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് അവർ പുറത്തിയടിക്കാൻ അവർക്ക് കഴിയുമെന്നത് അത്രക്കുമാത്രം വലിയ ഒരു പണിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതിലാണ് നമുക്ക് ഭയവും ആശങ്കയൊക്കെ വരുന്നത്. പശ്ചിമ ബംഗാളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് SIR പുറത്താക്കിയത്. ആസാമിൽ സംഭവിച്ചു. ഇതിൽ ഇനി എല്ലാ രേഖകൾ സമർപ്പിച്ച ആളുകൾ പോലും 5ഉം 6ഉം രേഖകൾ അല്ലെങ്കിൽ എല്ലാ രേഖകൾ സമർപ്പിച്ചാൽ പോലും മറ്റെന്തെങ്കിലും കണ്ടെത്തി എങ്ങനെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? അതൊരു ലൂപ്പ് ഹോളാണ് യഥാർത്ഥത്തിൽ. അത് നേരത്തെ ഒരു പക്ഷേ പലതായിട്ട് ഒന്നെങ്കിൽ, അതായത് ഇപ്പോൾ പാസ്പോർട്ട് ഇറ്റ്സെൽഫ് ഇറ്റ്സ് നോട്ട് എ സർട്ടിഫിക്കറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ പാസ്പോർട്ട് മാത്രമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പല്ല, മീൻസ് സിറ്റിസൺ ആണ് എന്നുള്ളതിന് അത് മാത്രം തെളിവല്ല. ഇനി
ആധാർ മാത്രമാണ്, അതുമല്ല. ഇനി മറ്റേതെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം വെച്ച് അതുമല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ കൂടെ ഉണ്ടായാലും അത് മതിയോ എന്നുള്ളതിന് ഇനി അതിന് വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പുതിയ ആക്ടുകൾ അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഇവരുദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിലൊന്ന് പറയാൻ പറ്റുമോ, ഈ പാസ്പോർട്ട് മാത്രം രേഖ ആക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്ര ശതമാനം ആളുകൾക്കാണ് പാസ്പോർട്ട് ഉണ്ടാവുക? അപ്പോൾ രേഖ എന്നുള്ളത് അതിനപ്പുറത്തേക്കാണ്. ഏതോ ഒന്ന് പാസ്പോർട്ട് രേഖ അല്ല എന്ന് പറയുന്നിടത്ത് അതാണ് പ്രശ്നം ഉള്ളത്. കേരളത്തിൻ്റെ പുതിയ ബജറ്റ് റിസാലയിൽ ചർച്ചയാവുന്നുണ്ട്. പോസിറ്റീവായിട്ടാണ് റിസാല ആ ബജറ്റിനെ സമീപിക്കുന്നത്. പ്രധാനമായും പറയുന്നത് നല്ല കാഴ്ചപ്പാടുണ്ട്, നല്ല ഒരുക്കങ്ങളുണ്ട്, നല്ല നല്ല വിഭാവനയാണ് ഇതൊക്കെയെന്ന് പറയുന്നതോടുകൂടെ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ പറയുന്ന പ്രകാരം നടപ്പിലാക്കുകയാണെങ്കിൽ ഇത് മനോഹരമായിരിക്കും എന്നതാണ്. റിവൈസ്ഡ് ബജറ്റാണല്ലോ, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ബജറ്റും മികച്ചതാണ് എന്നുള്ളതാണ്. അതിലെ ഇംപ്ലിമെൻറ്റേഷനിൽ അത് ഈ ലേഖനത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ. ഇംപ്ലിമെൻറ്റേഷനിലാണ് ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെയും, ഇനിയിപ്പോൾ ഈ പറയുന്ന ബജറ്റാണെങ്കിലും ഒക്കെ ഇംപ്ലിമെൻറ്റേഷനിലെ പരാജയവും പക്ഷപാതിത്വവും ഒക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇതിൽ പറയുന്നതിനെ അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, എവിടേക്ക് എത്ര എമൗണ്ട് പോകണം എന്നതിൻ്റെ ആ ഒരു ഇതില്ല വകതിരിവില്ലേ, ആ വകതിരിവിലെ ആ കൃത്യതയാണ്. ഇത് ചിലവാക്കാത്തതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അല്ലെങ്കിൽ ആ ചിലവാക്കുന്നതിൽ തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ ചിലവാക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം ഏറ്റവും പുറകോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനം ഏറ്റവും പുറകോട്ട് പോകുന്നത്. അതേ സമയത്ത് അതിലെ ഏറ്റവും മികച്ച രൂപത്തിൽ അതിനെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഇൻകം കൊണ്ടുവരുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷനുകളിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ കുറച്ച് ക്യാഷ് മതി എന്നാൽ പോലും കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് 6000 കോടിയുടെ അടുക്കലാണ് ഇതിൽ ബജറ്റിൽ വിഹിതം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗതാഗതത്തിന് 1000 കോടിയിലധികം, ടൂറിസത്തിന് 360 മറ്റോ കോടി. ഇതേപോലെ ഇങ്ങനെ നല്ല ഒരു ഏറ്റവും മികച്ച ഒരു ആസൂത്രണം ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി ഇതിനെ പ്രയോഗവൽക്കരണത്തിലൂടെ കൂടി വിജയകരമാക്കട്ടെ എന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്. മാരിടൈമിനും നല്ല ഒരു പ്രാധാന്യം ഇപ്രാവശ്യത്തെ ബജറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോക്കസ്ഡാണ്, മുഖ്യമന്ത്രിക്ക് കീഴിൽ വരുന്ന വകുപ്പായിട്ടാണ് അതുള്ളത്. അതിന് കൂടുതൽ ആ ഒരു രൂപത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, മാരിടൈമിന് അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ബജറ്റുകളെ സമീപിക്കുന്നത് അത്ര യൂഷ്വലല്ല. വീഞ്ഞുണ്ടായിരുന്നു എങ്കിൽ കൂടെ അതിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിൽ മുഖ്യമന്ത്രി പോകുന്നു എന്നതിൽ നിന്ന് പ്രതീക്ഷയാണോ ആശങ്കയാണോ എന്നുള്ളത് അറിയില്ല. എങ്കിൽ കൂടെയും നമുക്കതിനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയോ നല്ല പുതിയ മാറ്റങ്ങൾ മാരിടൈമിലൂടെ കൊണ്ടുവരാൻ കഴിയുന്നു കൂടി നമുക്ക് കാണാൻ കഴിയും. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ മികച്ച ഒരു നിർവഹണ പ്രവർത്തനങ്ങൾ, മികച്ച ഒരു ഇടപെടൽ, ഒരു വിജയകരമായ ഇടപെടൽ നമുക്ക് ഈ ബജറ്റാനന്തരം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്.